എൻ്റെ പേര് വിഭിത എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഷാജി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ 13 വർഷം ആവുന്നുണ്ട്. ഇപ്പം ഇത്രയും നാളും കാത്തിരുന്ന് ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നതുകൊണ്ട് ദൈവത്തിന് തന്നെ ഞങ്ങൾ ആദ്യം നന്ദി പറയുകയാണ്. ആദ്യം ഒരു 3 പ്രാവശ്യം എനിക്ക് നോർമലായിട്ട് തന്നെ നല്ല പ്രഗ്നൻസി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ ആവാതെ പോയതുകൊണ്ടാണ് പിന്നെയും നമ്മൾ കാത്തിരുന്നിട്ടും പിന്നെ ആവാത്തത് കൊണ്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിനെ പറ്റി കേട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 2020 ആയപ്പോൾ ജനുവരിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടായിരുന്നു. അഷ്റഫ് ഡോക്ടറെയാണ് ഞങ്ങൾ കണ്ടത്. ഡോക്ടറിൻ്റെ സംസാരത്തിൽ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അന്ന് തന്നെ ഒരു മനസ്സിൽ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റി. അപ്പോൾ ഡോക്ടർ പക്ഷേ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പോലും ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ സാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞൊരു ധൈര്യം തന്നായിരുന്നു. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ വരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കൊറോണ കാലം ആയതുകൊണ്ട്. എങ്കിലും എല്ലാം സഹിച്ച് തന്നെ മാക്സിമം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ഒന്നും അങ്ങനെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മെഡിസിൻ എല്ലാം എടുക്കാൻ കഴിഞ്ഞു. പിന്നീട് 2021 അസ്കോട്ട് ട്രീറ്റ്മെൻറ്റ്, സ്റ്റെം സെല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആദ്യം അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് അത്ര നന്നായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. എത്രമാത്രം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ അത് പറഞ്ഞു, നമുക്കത് ചെയ്തു നോക്കാമെന്ന്. ചെയ്തു നോക്കി അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരല്പം കൂടെ സമയം എടുത്തു. ഉടനെ തന്നെ നമുക്കതിനെ പറ്റി ഒന്നും പറയാൻ പറ്റിയില്ല. കുറച്ച് നാളുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി. അങ്ങനെയാണ് ഇത്രത്തോളം നമുക്കൊരു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത് തന്നെ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, എന്തായാലും നമുക്ക് ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് ബാക്കി ഈ പ്രഗ്നൻസിയുടെ അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തു തുടങ്ങി. അങ്ങനെ ഫെബ്രുവരിയിലായപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണെന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ വളരെ ദൂരെ യാത്ര ചെയ്ത് പോകാതെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇപ്പം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് ലഭിച്ചു. അത് വളരെ സന്തോഷമാണ്. ഡോക്ടർ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. അഷ്റഫ് ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഇല്ലാതിരുന്ന സമയത്ത് റീമ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. മുമ്പ് സങ്കൽപ് സിംഗ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറെയും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളെല്ലാം വളരെ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഞങ്ങൾക്ക് അത് വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു. വെച്ചാൽ ഇത്രയും ദൂരം വന്നു എന്നുള്ള നല്ല അനുഭവമായിരുന്നു. അപ്പം സന്തോഷമുണ്ട്. ഇപ്പോഴും തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ഡോക്ടറോട് ചോദിക്കണമെന്നുള്ളതൊക്കെ മനസ്സിലുണ്ട്. ഇതുവരെയും ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചതും നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെക്ക് ചെയ്തിട്ട് മെഡിസിനൊക്കെ തരുമായിരുന്നു. സ്കാനിങ് ഒക്കെ എടുത്ത് മെഡിസിൻ മാത്രം തന്നിട്ട് അങ്ങനെയും ഒരു തവണ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്ന് AMH ഒന്നും ചെക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോഴും അബോർഷനായി പോയിട്ടുണ്ട്. വളരെ വ്യത്യാസമുണ്ട് ക്രാഫ്റ്റിലെ ട്രീറ്റ്മെൻറ്റ്. അവിടെ ഡോക്ടർ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നെ മാത്രമേ കയറ്റുള്ളൂ. സ്കാനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചിലപ്പോൾ ഹസ്ബൻഡിനോടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വരും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും പിന്നെയായിരിക്കും അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിഷമമാവും. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കും അറിയില്ല. ഡോക്ടർ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാറുണ്ട്. ഇതിവിടെ ചെയ്ത് നോക്കാം എന്ന് പറയാറുണ്ട്. അത് പക്ഷേ വലിയൊരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിപ്പം പുറത്ത് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവരാരും ഒന്നും പറയില്ല. പക്ഷേ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയത്. ഇവിടെ വന്നപ്പോൾ ആദ്യമേ ഡോക്ടർ ഞങ്ങളടുത്ത് AMH ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ചെയ്തു. AMH ഇത്തിരി കുറവായിരുന്നു എങ്കിലും ഇതുവരെ ഓക്കെ ആയി. പിന്നെ ഏണിലെന്ന് ഒരു മജ്ജ പോലത്തെ ഒരു ഇതിനെ കുത്തിയെടുത്തിട്ട് ഓവറിയിലോട്ട് ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് അതിലോട്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ഇത്രയും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഡോക്ടർ അന്ന് പറഞ്ഞു തന്നായിരുന്നു. ആദ്യം ഞങ്ങളടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ചില പേഷ്യൻസിനൊക്കെ നമ്മളത് കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കും അത് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അത് തുടങ്ങിയത്. ആ സമയത്ത് തന്നെ എനിക്ക് ലാപ്രോസ്കോപ്പി സർജറി ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. ചെറിയ സിസ്റ്റ് ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഡോക്ടർ എങ്കിൽ നമുക്ക് അസ്കോട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ തവണത്തിൽ നമുക്ക് ആസ്പിറേഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് അല്പം കൂടെ സമയം കഴിഞ്ഞ് വന്നപ്പോൾ അത്
കിട്ടി. ചിലപ്പോൾ അതിന് സമയം എടുത്തതായിരിക്കും. ഒരു തവണയെങ്കിലും വന്ന് ഡോക്ടറെ കാണണമെന്ന് പറയാനാണ് തോന്നുന്നത്. ഒരിക്കലെങ്കിലും വന്ന് എല്ലാ ടെസ്റ്റും ചെയ്ത് നമ്മുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു പരിഹരിക്കേണ്ടത് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു തവണയെങ്കിലും വന്നൊന്ന് കൺസൾട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ട്രീറ്റ്മെൻറ്റ് ലേറ്റാകാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അതിന് ചെയ്ത ഉപയോഗമുണ്ടെന്ന് തോന്നുന്നു. ഒരു 2-3 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ ആണെങ്കിലും നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് ആദ്യം കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടർ. എനിക്ക് ആദ്യം മനസ്സിൽ ഭയങ്കര ഒരു പേടിയായിരുന്നു. വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ക്യാഷ് എല്ലാം അങ്ങനെ ഒരു മനസ്സിലൊരിതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെയും അല്ലാതെ ഓൾറെഡി ആവുന്നില്ലല്ലോ എന്നോർത്ത് പിന്നീടാണ് ഇങ്ങനെ ഈ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടത്. വളരെ ദൂരം ആയതുകൊണ്ട് നമുക്ക് ഒരു ദിവസം പോയി നോക്കാം എന്നുള്ളതിൽ പോയി വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഡോക്ടറുടെ വർത്തമാനം അത്രയും നല്ലതായിട്ടാണ് തോന്നിയത്. ഇപ്പോഴും നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ട് മെഡിസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവിടുന്നവർ എവിടെയാണോ കണക്ട് ചെയ്യണം അവിടെ കണക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇടയ്ക്ക് നാട്ടിൽ വെച്ച് HB കുറഞ്ഞ് വളരെ പ്രശ്നമായപ്പോഴത്തേക്കും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയില്ല. അപ്പോൾ ഓടി ഇങ്ങോട്ട് വരാനും പറ്റാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഡോക്ടറായിട്ട് ഹസ്ബൻഡ് സംസാരിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ഉടനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് നമ്മൾ അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അയണിൻ്റെ ഡ്രിപ്പ് അവിടെ വെച്ച് തന്നെ ഇടാനും പറ്റി. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ബ്ലഡ് എടുക്കണ്ടേ, ഒരു DNC ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് ഇവിടെയായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ ബാക്കി ചെയ്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാം ദൈവം കരുതി എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എപ്പോഴും ഡോക്ടർ അത് പറയാറുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാമെന്ന് എപ്പോഴും ഡോക്ടർ അത് പറയാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്.